സന്നിധാനത്ത് നിന്നും അഖിൽ പാലോട്ടുമഠം കൂടി ചേരുന്നു. അഖിൽ, സ്വാമി ശരണം. സന്നിധാനത്ത് മകരവിളക്ക് ദർശനം കഴിഞ്ഞ് ഇപ്പോൾ ഏതാണ്ട് അത്താഴ പൂജയുടെ സമയത്തോട് അടുക്കുന്നു. തിരുവാഭരണ വിഭൂഷിതനാണ് അയ്യപ്പൻ. ഇന്ന് മനം കണ്ട് അയ്യപ്പനെ കൺകുളിർക്ക കണ്ട് തൊഴുത് ലക്ഷങ്ങളാണ് മലയിറങ്ങുന്നത്. സന്നിധാനത്ത് നിന്നുള്ള ഏറ്റവും പുതിയ വിശേഷങ്ങൾ അഖിൽ. വിനോദ്, സ്വാമി ശരണം. ശബരിമല സന്നിധാനം അത് ഏറ്റവും ഭക്തിയുടെ ഏറ്റവും നിറകൂടമായി നിൽക്കുന്ന സമയമാണ്. ഇപ്പോൾ ഭഗവാൻ തിരുവാഭരണ വിഭൂഷിതനായി നിൽക്കാണ്. വില്ലാളി വീരനായി, വീരമണികണ്ഠനായി, ഭൂലോകനാഥനായി ഇരിക്കുന്ന സമയമാണത്. ഇപ്പോൾ എനിക്ക് അരികിൽ ഇവിടെ പൊന്നമ്പലം ഇപ്പോൾ അത്താഴ പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്താഴ പൂജ ശ്രീകോവിലിന് അരികിൽ നടന്നതിന് ശേഷം ഇപ്പോൾ കന്നിമൂല ഗണപതിക്കും അതുപോലെ തന്നെ കന്നിമൂലയിലെ നാഗർദേവനും കഴിഞ്ഞതിനു ശേഷം മേൽശാന്തി ഇപ്പോൾ ഇവിടെ പ്രദക്ഷിണ വീതിയിലൂടെ കടന്നു വരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. മേൽശാന്തി അത്താഴ പൂജയുടെ പ്രദക്ഷിണം നടത്തി വരികയാണ്. അത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും അതായത് തിരുവാഭരണ വിഭൂഷിതനായിരിക്കുന്ന അയ്യപ്പസ്വാമിക്ക് അത്താഴ നേദ്യം നടത്തിയാണ് മേൽശാന്തിയും കീഴ്ശാന്തിയും പ്രദക്ഷിണ വീതി നടത്തി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്തായാലും ശബരിമല സന്നിധാനം ഭക്തിയുടെ നിറകുടമായി നിൽക്കുന്ന, ഭക്തിയുടെ അങ്ങേയറ്റത്തെ പരകോടിയിൽ നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഈ അത്താഴ പൂജയ്ക്ക് ശേഷമായിരിക്കും എനിക്ക് അരികിൽ നിൽക്കുന്ന ഈ അയ്യപ്പന്മാർക്കെല്ലാം, സ്വാമിമാർക്കെല്ലാം ഭഗവാനെ കാണാൻ സാധിക്കുന്നത്. മണിക്കൂറുകൾ കാത്തിരിപ്പിന് ശേഷമാണ് അവർ സന്നിധാനത്തേക്ക് പോകുന്നത്, അരികിലേക്ക് പോകുന്നത്, പൊന്നമ്പലത്തിന് അരികിലേക്ക് പോകുന്നത്. മണിക്കൂറുകൾ കാത്തുനിന്ന് ഒന്ന് ആ തിരുവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന ഭഗവാനെ ഒന്ന് കണ്ടു തൊഴാൻ, ഭഗവാനെ ഒന്ന് നേരിൽ കാണാൻ, തൻ്റെ ശിരസിലിരിക്കുന്ന ഇരുമുടിക്കെട്ടും ആ നെയ്യും ഭഗവാനൊന്ന് സമർപ്പിക്കാൻ, തൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം ഒന്ന് ഭഗവാനോട് പറയാൻ, ഭഗവാനോട് കണ്ടു തൊഴാനുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹമാണ് ഈ മണിക്കൂറുകളായി ഇവിടെ തങ്ങി നിൽക്കുന്ന ഈ ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർ ഈ ഫ്ലൈ ഓവറിന്റെ എല്ലാ സ്ഥലത്തും കാത്തു നിൽക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ തിരക്ക് ഇപ്പോഴും ഫ്ലൈ ഓവറിന് വിവിധ ഭാഗങ്ങളിൽ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് അയ്യപ്പൻ എന്ന ആ സത്യത്തെ, അയ്യപ്പൻ എന്ന ആ വിശ്വാസത്തെ, അയ്യപ്പൻ എന്ന ആ സ്നേഹത്തെ ഭഗവാനോട് ചേർന്ന് നിൽക്കുന്ന ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ശബരിമല സന്നിധാനത്തേക്കുള്ള ഭക്തജനങ്ങളുടെ വലിയ പ്രവാഹം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അയ്യപ്പന്മാരെല്ലാം, അതായത് വലിയൊരു സംഖ്യ അയ്യപ്പന്മാരെല്ലാം ദർശനം നടത്തി മലയിറങ്ങി അവരുടെ ഗ്രഹങ്ങളിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ അതോടൊപ്പം തന്നെ വലിയ ഭക്തന്മാർ, അയ്യപ്പ സ്വാമിമാരെല്ലാം ഭഗവാനെ കാണാൻ ഇപ്പോഴും സന്നിധാനത്തേക്ക് വരുന്നുണ്ട്. അതായത് സന്നിധാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിലായി മകരവിളക്ക് ദർശിച്ച, മകരപ്രഭ ദർശിച്ച, മകരജ്യോതി ദർശിച്ച ആ അയ്യപ്പന്മാരെല്ലാം വീണ്ടും തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പസ്വാമിയെ കാണുന്നതിലേക്ക് വേണ്ടി കാത്തുനിന്ന് വരുന്ന കാഴ്ച കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തിരുവാഭരണ ഘോഷയാത്രയോടൊപ്പം സഞ്ചരിച്ചെത്തിയ അയ്യപ്പന്മാർ, ഇരുമുടിക്കെട്ടുമായി എത്തിയ അയ്യപ്പന്മാരൊക്കെ തന്നെ കാത്തു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചെറിയ ചാറ്റൽ മഴ സന്നിധാനത്തുണ്ട് എങ്കിൽ പോലും അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് കാടും മേടും കല്ലും മുള്ളും ചവിട്ടി വന്ന ഈ അയ്യപ്പ ഭക്തർക്ക് ഭഗവാനെ ഏറ്റവും അടുത്തരികിൽ കാണാനുള്ള ഇനിയുള്ള നിമിഷമാണ് ഉള്ളത്. വിനോദ്, തീർച്ചയായും തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ കണ്ട് തൊഴുത് മലയിറങ്ങുന്നു ഭക്തസഹസ്രങ്ങളാണ്. അവരുടെ സായുജ്യ പുണ്യം നേടി മലയിറങ്ങുന്ന മുഹൂർത്തമാണിത്. സന്നിധാനത്ത് അത്താഴ പൂജയുടെ സമയമാണ് ഇപ്പോൾ. തത്സമയ വിവരങ്ങൾ നൽകുകയായിരുന്നു സന്നിധാനത്ത് നിന്നും അഖിൽ പാലോട്ടുമഠം.